ദേശീയപാത അന്വേഷണത്തിൽ ഹൈക്കോടതി കേസുകളും പരിഗണിക്കണമെന്ന് കായംകുളം എലിവേറ്റഡ് ഹൈവേ സമരസമിതി ആവശ്യപ്പെട്ടു. ദേശീയപാതയിലെ തകർച്ച സംബന്ധിച്ച് കേന്ദ്രം പ്രഖ്യാപിച്ച IIT പ്രൊഫസറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ നിലവിൽ തകർന്ന അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തോടൊപ്പം നിയമചട്ട സാങ്കേതിക ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസുകളുടെ സാങ്കത്യവും പരിശോധിക്കണമെന്ന് കായംകുളം എലിവേറ്റഡ് ഹൈവേ സമരസമിതി ആവശ്യപ്പെട്ടു. കേരളത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ അശാസ്ത്രീയതയെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ കായംകുളത്തെ എലിവേറ്റഡ് ഹൈവേ സമരസമിതി ഹൈക്കോടതിയെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷേ ഈ വിഷയത്തിൽ നാളിതുവരെ ഗൗരവതരമായ ഒരു ഇടപെടലും ദേശീയപാതയുടെയോ അതോറിറ്റിയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ കോടതിയുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. ഇന്ന് നാം നേരിടുന്ന ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് റോഡ് നിർമ്മാണത്തിൽ ഉള്ളത് എന്ന് ബോധ്യപ്പെടുകയാണ്. ദേശീയപാത അതോറിറ്റി എന്ന് പറയുന്നത് ഒരുപറ്റം കോർപ്പറേറ്റ് കോൺട്രാക്ടർമാരുടെ ബിനാമി സ്ഥാപനമായ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുമായി നേരിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഒരുപറ്റം സമ്പന്നരുടെ നിർമ്മാണ പ്രവൃത്തി പോലെയാണ്. അശാസ്ത്രീയമായി നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ് നിരവധി തവണ നമ്മൾ സമരങ്ങൾ നടത്തുകയുണ്ടായി. കായംകുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ അശാസ്ത്രീയത ബോധ്യപ്പെടുത്തി കോടതിയെ നൽകിയ പരാതിയിൽ 2 വർഷക്കാലമായി ഏതാണ്ട് 50ലധികം തവണ കോടതി കേസ് മാറ്റിവെക്കുന്നു. നിരവധി തവണ ദേശീയപാത അതോറിറ്റിയോട് നിങ്ങൾ എന്താണ് ഇത്തരത്തിൽ ലംഘനങ്ങൾ നടത്തുന്നത് എന്ന ചോദ്യത്തിന് നാളിതുവരെ മറുപടി നൽകാതെ കോടതി പോലും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലയിലാണ് കോൺട്രാക്ടിംഗ് കമ്പനി മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമൊക്കെയായി കണ്ണൂർ ജില്ലയിലുമായി നടക്കുന്ന ഈ വലിയ ഭീകരമായ ഗുരുതരമായ റോഡ് തകർച്ചയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു. കായംകുളത്തെ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണ സമരസമിതിക്ക് ഉന്നയിക്കാനുള്ളത് ഈ അന്വേഷണത്തിൻ്റെ അശാസ്ത്രീയതയെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി റോഡ് നിർമ്മാണം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ചട്ടലംഘനങ്ങൾ നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള കേസുകളുടെ സാങ്കത്യം കൂടി ഈ അന്വേഷണ കമ്മീഷൻ പരിഗണിക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഒപ്പം ദേശീയപാത വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടിയന്തരമായ തീരുമാനങ്ങൾ എടുക്കണമെന്നും വിധി പ്രഖ്യാപിക്കണമെന്നും ഞങ്ങൾ സമരസമിതി അഭ്യർത്ഥിക്കുന്നു. NH നിർമ്മാണത്തിലെ അശാസ്ത്രീയതകളും ചട്ടലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജികളിൽ ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ദേശീയപാത അതോറിറ്റി കുറ്റകരമായ അലംഭാവം കാട്ടുകയാണ്. ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തും വെല്ലപ്പോക്ക് സമീപനമാണെന്നും ചെയർമാൻ അബ്ദുൽ ഹമീദ് ആയരത്ത്, കൺവീനർ ദിനേശ് ചന്ദന എന്നിവർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.